രാവിലെ തന്നെ പലഹാരം ഉണ്ടാക്കുന്നത് വലിയൊരു ആശയക്കുഴപ്പം തന്നെയായിരിക്കും അല്ലേ. അങ്ങനെ രാവിലെ മിക്കപ്പോഴും ഞങ്ങൾ പലഹാരം ഉണ്ടാക്കൽ കുറവാണ്. ചിലപ്പോൾ ചോറിലേക്കാണ് ഒതുക്കി വെക്കണത്. അപ്പോൾ ഇന്ന് എന്തുണ്ടാക്കുമെന്ന് ഓർത്തപ്പോൾ കുറച്ച് മൈദപ്പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വീഡിയോ കണ്ട്, നമ്മുടെ റെസിപ്പി അല്ല, ഒരു വീഡിയോ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ മൈദപ്പൊടി എടുത്ത് അതിലേക്ക് നേർപ്പിച്ച് ലൈറ്റായിട്ട് കുറച്ച് അങ്ങനെ കട്ടി കുറഞ്ഞ രീതിയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിൽ ഉള്ളിയൊക്കെ അരിഞ്ഞ് കുറച്ച് നെയ്യൊക്കെ ഇട്ട് അങ്ങോട്ട് മുരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടും കേട്ടോ. അത്ര എന്താ പറയുക, നമ്മുടെ നെയ്യ് കൂടുതലിടുമ്പോൾ അത്രയ്ക്ക് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഈ ദോശ കഴിക്കാൻ പറ്റും. കഴിച്ച് കഴിയുമ്പോൾ മൈദോശയാണെന്ന് തന്നെ പറയില്ല, നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ അതെല്ലാം കഴിച്ചിരുന്ന് പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയപ്പോഴേക്കും പിന്നെ ചോറുണ്ണാനുള്ള സമയമായി. ചോറൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ പപ്പടവും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് ഇത്തിരി നല്ല രീതിയിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ അതെല്ലാം വറുത്ത് കഴിച്ചപ്പോഴേക്കും പിന്നെ ചായക്ക് എന്തുണ്ടാക്കുമെന്ന് ഓർത്തപ്പോൾ പോപ്കോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടാക്കി. നല്ല മഴ ചെയ്തുകൊണ്ട് തന്നെ പണിയെടുക്കാനും നല്ല മടിയാണ് കേട്ടോ. മുറ്റത്തോട്ട് ഇറങ്ങാനും അകത്തോട്ട് ഇങ്ങനെ നടക്കാനൊക്കെ ഭയങ്കര തണുപ്പായതുകൊണ്ട് മടിച്ചാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം വീഡിയോ ഇടാൻ തന്നെ മടിയായിരിക്കും നമുക്ക്. അപ്പോൾ ഇത് 2 ദിവസം മുന്നേ എടുത്ത് വെച്ച് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ എന്തുണ്ടാക്കുമെന്ന് ഓർത്തപ്പോൾ വൈകുന്നേരം പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. മഴ ആയതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് വാങ്ങിച്ചില്ല. അപ്പോൾ ഇവിടെ 2 ദിവസം ഇരുന്ന് പോപ്കോൺ ഉണ്ടായിരുന്നു. പിന്നെ അതും വറുത്ത് ചായക്ക് അതും കൂട്ടി അങ്ങോട്ട് കഴിച്ച്. അപ്പോൾ പിന്നെ